കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC ഈ അടുത്ത കാലത്ത് നടത്തിയതിൽ ഏറ്റവും ഗുരുതരമായ പരീക്ഷ അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലുള്ള 3 പ്രധാന തസ്തികകളിലേക്ക് PSC നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയിൽ 10ഓളം ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം പോലും ചെയ്യാതെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ, അത്തരത്തിലാണ് PSC ഫലം പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്ന അവരുടെ സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വഴിയായ PSCക്ക് എന്ത് വിശ്വസനീയത എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ നിർണായക വിവരങ്ങളാണ്, നിർണായക വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പുറത്തു വരുന്നത്. എന്തായാലും വാർത്തകൾക്ക് പിന്നാലെ ഒഴിവാക്കപ്പെട്ട ഈ 10 ചോദ്യങ്ങളിലെ പുനർമൂല്യനിർണ്ണയം നടത്തുമെന്ന ആശ്വാസകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ മുഖ്യ തസ്തികയായ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിലേക്കുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലാണ് PSCക്ക് ഗുരുതരമായിട്ടുള്ള ഈ വീഴ്ച സംഭവിച്ചത്. വിവരണാത്മക രീതിയിലുള്ള പരീക്ഷയിൽ ചില ഉദ്യോഗാർത്ഥികൾ എഴുതിയ 10ഓളം ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായാണ് പുതിയ വെളിപ്പെടുത്തൽ. സംഭവം വിവാദമായതിനു പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള വഴികൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇതിലൂടെ അതിവേഗ അന്വേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇതിലെ പിഴവുകൾ തെളിവോടെ കണ്ടെത്തിയാൽ PSCയിൽ വമ്പൻ അഴിച്ചുപണികൾ വേണ്ടിവരുമെന്നതും സത്യമാണ്. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫീസ് അടച്ച് തങ്ങളുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് കൈപ്പറ്റിയപ്പോഴാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സമാനതകളില്ലാത്ത ക്രമക്കേടും കെടുകാര്യസ്ഥതയും പുറം ലോകം അറിഞ്ഞതും. ആസൂത്രണ ബോർഡിലെ ഉയർന്ന പദവിയിലേക്കുള്ള പരീക്ഷയിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ ഭാവി തന്നെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. മൂല്യനിർണ്ണയത്തിൽ വന്ന ഈ അപാകതകൾ ഉദ്യോഗാർത്ഥികളുടെ റാങ്കിങ്ങിനെ എങ്ങനെ അട്ടിമറിച്ചു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലുള്ള 3 സുപ്രധാന തസ്തികകളിലേക്ക് നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയിൽ 10ഓളം ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം ചെയ്യാതെ പൂർണ്ണമായും ഒഴിവാക്കിയത് PSC നടത്തിയ മാപ്പർഹിക്കാത്ത വലിയ പിഴവാണ്, വലിയ തെറ്റ് തന്നെയാണ്. 10 ചോദ്യങ്ങൾക്ക് കൂടി മാർക്ക് ഇട്ടിരുന്നുവെങ്കിൽ നിലവിലെ റാങ്ക് പട്ടികകൾ മാറി മറിയും എന്നുള്ള കൃത്യമായ ബോധ്യം അത് PSCക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വലിയ പിഴവ് തിരുത്താൻ തയ്യാറാകാതെ ഇത്രയും കാലം ഇക്കാര്യത്തിൽ PSC ഒളിച്ചുകളി നടത്തിയതും. ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസ് പോലും നൽകാതെ രഹസ്യമാക്കി വെച്ച ഈ അഴിമതി ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള തുടർച്ചയായ അപ്പീൽ നടപടികൾക്കൊടുവിലാണ് പുറത്തു വന്നതും. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേറ്റർ ഡിവിഷൻ ചീഫ് എന്നീ 3 ഉയർന്ന തസ്തികകളിലേക്കാണ് 2023 ജൂലൈ 13 PSC പൊതു പ്രാഥമിക പരീക്ഷ നടത്തിയത്. ആകെ 228 പേരാണ് ഈ പരീക്ഷ എഴുതിയതും. തുടർന്ന് 2025 മെയ് 31 PSC ഇതിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഈ പട്ടികയിലെ അപാകതകൾ പരിശോധിക്കാതെ തൊട്ടടുത്ത മാസം തന്നെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് തസ്തികയിലെ ഏക ഒഴിവിലേക്ക് 1ാം റാങ്കുകാരനായ അരുൺ ജെ പ്രതാപിനെ മിന്നൽ വേഗത്തിൽ PSC നിയമിക്കുകയായിരുന്നു. ഇദ്ദേഹം ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്നതും ഈ അട്ടിമറിയുടെ ദുരൂഹതയുടെ ആഴം കൂട്ടുന്നുണ്ട്. CPMന്റെ നോമിനിയെ നിയമിക്കപ്പെട്ടു എന്ന ആക്ഷേപമുള്ള ഒരു PSC ചെയർമാനും മറ്റ് 2 അംഗങ്ങളുമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി അഭിമുഖം നടത്തിയതും. ഈ അഭിമുഖ സമയത്ത് തന്നെ മൂല്യനിർണ്ണയത്തിലെ ഗുരുതരമായ പിഴവ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അക്കാര്യം രഹസ്യമാക്കി വെക്കുകയായിരുന്നുവെന്നാണ് നിലവിലെ സൂചനകൾ. ഇതിൽ 2ാമത്തെ തസ്തികയായ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ് റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരന് നിലവിൽ അഡ്വൈസ് മെമ്മോയും അയച്ചിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ പട്ടികയായ പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികയിൽ ഇതുവരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. തനിക്ക് ലഭിച്ച മാർക്കിൽ കടുത്ത സംശയം തോന്നിയ 3ാം റാങ്കുകാരനായ K. ശ്യാംകൃഷ്ണൻ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി PSCയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതിയായ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ 9 മുതൽ 18 വരെയുള്ള തുടർച്ചയായ 10 ചോദ്യങ്ങൾ മാർക്കിടാതെ പൂർണ്ണമായും ഒഴിവാക്കിയതായി ഇദ്ദേഹം പരിശോധനയിലൂടെ കണ്ടെത്തി. തുടർന്ന് ശ്യാംകൃഷ്ണൻ PSCക്ക് ഔദ്യോഗികമായി പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ PSC നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളിലെയും ഉത്തരക്കടലാസുകളിൽ ഇതേ 10 ചോദ്യങ്ങൾ നോക്കിയിട്ടേയില്ല എന്ന ഗുരുതരമായ അലംഭാവം ബോധ്യപ്പെട്ടു. എന്നാൽ തങ്ങളെ വിശ്വസിച്ച ഉദ്യോഗാർത്ഥികളുടെ ഈ കൂട്ടത്തോൽവിക്ക് കാരണമായ പിഴവ് അത് സമ്മതിക്കാനോ റാങ്ക് പട്ടിക തിരുത്താനോ PSC ഇതുവരെയും തയ്യാറായിട്ടില്ല. 3 റാങ്ക് പട്ടികകളും അന്തിമമായിട്ടില്ലെന്ന ബാലിശമായ കാരണം പറഞ്ഞ് കഴിഞ്ഞ 3 വർഷമായി ഈ പരീക്ഷയിലെ മാർക്ക് കൃത്യമായി പ്രസിദ്ധീകരിക്കാതെ PSC ഉദ്യോഗാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു. ഇതിനോടകം തന്നെ DYSP അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികകളിലേക്ക് PSC നിയമനങ്ങളൊക്കെ വലിയ വിവാദമായിരിക്കുകയാണ്.
ലക്ഷങ്ങൾ ശമ്പളമുള്ള ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ തസ്തികകളിലും ഇതേ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഇടതുപക്ഷ അനുകൂലികൾക്കായി PSC വഴിവിട്ട കളികൾ നടത്തുന്നുവെന്ന പുതിയ തെളിവുകൾ പുറത്തു വരുന്നതോടെ PSCയുടെ ആകമൊത്ത വിശ്വാസ്യത അമ്പെ ഇടിയുകയാണ്. ഇത്തരത്തിൽ പരിഗണിക്കാത്ത ഉത്തരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളിലെ മാർക്ക് മാത്രം കണക്കാക്കിയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് PSC സ്കോർ അനുവദിച്ചത്. ഇത് ഉദ്യോഗാർത്ഥിയെ റാങ്ക് പട്ടികയ്ക്ക് പുറത്താക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ റാങ്ക് പിന്നോട്ടടിക്കാൻ കാരണമായിട്ടുണ്ടാകുമെന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്തരമൊരു അനീതി നേരിടേണ്ടി വന്നതോടെ നീതി തേടി ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി തസ്തികയ്ക്ക് സമാനമായ ഉയർന്ന ശമ്പള സ്കെയിലുള്ള അതായത് 1,23,700 രൂപ മുതൽ 1,66,800 രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കാവുന്ന ഈ പദവിയിലേക്ക് 2022 PSC ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആസൂത്രണ ബോർഡിന്റെ തന്ത്രപ്രധാനമായ ഡിവിഷന്റെ തലപ്പത്തേക്ക് മികച്ച പ്രൊഫഷണലുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ വിജ്ഞാപനം. തുടർന്ന് 2023 ജൂലൈ മാസത്തിൽ വിവരണാത്മക രീതിയിലുള്ള 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നടത്തിയതും. പരീക്ഷ നടന്ന് 1.5 വർഷത്തിനു ശേഷം അതായത് 2025 ഫെബ്രുവരിയിലാണ് PSC ഇതിന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി വിപുലമായ അഭിമുഖം നടത്തുകയും അതേ വർഷം മെയ് 31 അന്തിമ റാങ്ക് പട്ടിക നിലവിൽ വരികയും ചെയ്തു. ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഒഴിവിലേക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 1ാം റാങ്കുകാരന് 2025 ജൂൺ 23 തന്നെ PSC നിയമന ശുപാർശയും അയച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ റാങ്ക് പട്ടിക വന്നതിന് തൊട്ടു പിന്നാലെ മൂല്യനിർണ്ണയത്തിൽ സംശയം തോന്നിയ ചില ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി അപേക്ഷ നൽകിയിരുന്നു. സാധാരണ രീതിയിൽ അതിവേഗം നൽകേണ്ട ഈ രേഖകൾ നൽകാൻ PSC മനഃപൂർവ്വം ഏതാണ്ട് 1 വർഷത്തോളം കാലതാമസമാണ് ഉണ്ടാക്കിയത്. പകർപ്പുകൾ ലഭിക്കാൻ ഇത്തരത്തിൽ ബോധപൂർവം കാലതാമസം വരുത്തിയത് ക്രമക്കേടുകൾ മറച്ചുവെക്കാനാണോ എന്ന സംശയം ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. ലഭിച്ച ഉത്തരക്കടലാസുകളിൽ മാർക്കിടാത്ത പേജുകൾ വ്യക്തമായി കണ്ടതോടെയാണ് PSCയുടെ പരീക്ഷ നടത്തിപ്പിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടത്. ഒരൊറ്റ ഒഴിവ് മാത്രം നിലവിലുള്ള ഇത്തരം ഉയർന്ന തസ്തികകളിൽ 1 മാർക്കിന്റെ വ്യത്യാസം പോലും ഉദ്യോഗാർത്ഥികളുടെ ജോലിയും ജീവിതവും തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അവിടെയാണ് 58 മാർക്കിന്റെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം പോലും നടത്താതെ ആ ഉത്തരങ്ങൾ തിരിഞ്ഞു പോലും നോക്കാതെ തങ്ങളുടെ ലാഭമോ അല്ലെങ്കിൽ തങ്ങളുടെ കയ്യാളുകളുടെ ലാഭമോ നോക്കി ഈ രീതിയിൽ വലിയ അനാസ്ഥ കാട്ടിയത്. എന്തായാലും ഈ ഒഴിവിലേക്ക് ഇതിനകം തന്നെ നിയമന ശുപാർശ പോയ സാഹചര്യത്തിൽ ഈ കേസ് PSCക്ക് വലിയ നിയമക്കുരുക്കായി മാറുമെന്നതിൽ സംശയമില്ല. ശരിയായ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും പുനർമൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക അടിയന്തരമായി പുനഃക്രമീകരിക്കണമെന്നാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് PSC നിലവിൽ അംഗീകരിച്ചിരിക്കുന്നതും. എന്തായാലും ട്രിബ്യൂണലിന്റെ ഇടപെടലിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നീതി തങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇപ്പോൾ സത്യമായി എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന അവരുടെ വർഷങ്ങളുടെ അവരുടെ ആഗ്രഹമായിട്ടുള്ള സർക്കാർ ജോലിക്കായി ആശ്രയിക്കുന്ന PSC പോലുള്ള ഒരു സ്ഥാപനത്തിൽ അതും ഇത്രയും ഉയർന്ന തസ്തികകളിലെ പരീക്ഷകളിൽ ഇത്തരമൊരു വലിയ പിഴവ് സംഭവിച്ചത് അങ്ങേയറ്റം ഗുരുതരമായ അല്ലെങ്കിൽ ഒഴിവുകഴിവുകൾ കൊണ്ട് നികത്താനാകാത്ത കൊടിയ അഴിമതി തന്നെയാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷകളിലെ OMR വിവാദങ്ങൾക്ക് പിന്നാലെ വിവരണാത്മക പരീക്ഷകളിലെ മൂല്യനിർണ്ണയവും കൃത്യതയില്ലാത്തതാണെന്ന തെളിവുകൾ കൂടി പുറത്തു വരുന്നത് PSC എന്ന സംവിധാനത്തിന് തന്നെ വിശ്വാസം തകർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്നതിലും തെല്ലും സംശയം വേണ്ട.